مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون أليس الله بكاف عبدا ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضري أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് സുമറിലെ 43-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ആ ആയത്തിൻ്റെ പാരായണ നിയമങ്ങളും അക്ഷരങ്ങളുടെ ചില പ്രത്യേക അക്ഷരങ്ങളുടെ ശ്രദ്ധിക്കേണ്ട മഹ്റജുകളും തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു. വ്യത്യസ്ത ഖിറാഅത്തുകൾ നമ്മൾ കേട്ടു. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അപ്പം അർത്ഥം പറയുന്നതിന് മുമ്പ്
ആ ആയത്തൊന്ന് ഒന്നുകൂടി ഓതി നോക്കാം. 43-ാമത്തെ ആയത്ത്. اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون. തൊട്ടു മുകളിലുള്ള ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അവസാനം അള്ളാഹു ചോദിച്ചു, ഒരു പ്രസ്താവന നടത്തി, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഖുർആനിൽ മറ്റൊരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ ഇതുവരെ പഠിച്ച ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ എന്ന ആയത്ത് വിശദീകരിക്കാൻ നമ്മൾ ഏകദേശം 5-6 ക്ലാസ്സുകളിലൂടെയാണ് ആ ആയത്ത് വിശദീകരിച്ചത്. അതിൽ പിന്നെ വ്യത്യസ്ത മരണങ്ങളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ആ മരണങ്ങളിലുള്ള ആ വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു, ആ മരണങ്ങൾ ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിക്കാനും നല്ല മരണം കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രവാചകന്മാരെ പ്രാർത്ഥനകൾ നമ്മൾ പിന്നെ ഖുർആനിലൂടെ കണ്ടു. 3 തരം പ്രാർത്ഥനകൾ കണ്ടു. ഹദീസുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നെ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ചില മരണങ്ങളുണ്ട്. ആ മരണങ്ങളെക്കുറിച്ചിട്ടുള്ള പിന്നെ ചില കാര്യങ്ങൾ വിശദീകരിച്ചു, പ്രാർത്ഥനകൾ പറഞ്ഞു. അങ്ങനെ ഹദീസിൽ നിന്നും അതേപോലെ തന്നെ ഖുർആനിൽ നിന്നും ഒരുപാട് ആയത്തുകൾ നമ്മളിതിൽ പഠിച്ചു. അതേപോലെ ഈ ആയത്തിൻ്റെ മേലെ പറഞ്ഞ 42-ാമത്തെ ആയത്തിൻ്റെ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ എന്ന ആയത്തിൻ്റെ ആശയത്തിൽ വരുന്ന അത് എങ്ങനെ ആ ആയത്ത് നമ്മൾ അമലാക്കും. ഒരായത്ത് പഠിച്ചാൽ ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ പലതരമുണ്ട്. ചിലത് ഹുക്മ് പറയുന്ന ആയത്തുകളാണ്. ആ ആയത്തിൽ നമുക്കൊരു വിധിയാണ് കിട്ടേണ്ടത്. എന്നാൽ ചില ആയത്തുകൾ നമ്മളെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫദായിലുകളും പ്രത്യേകതകളും ആ കർമ്മം നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള അതിൻ്റെ കൈഫിയത്തോടെ കിട്ടുക, രൂപങ്ങളോടെ കിട്ടുക ചില ആയത്തുകൾ. ചില ആയത്തുകളിൽ അല്ലാഹു ചില വസ്തുതകൾ പറയും. ആ വസ്തുതകൾ ഉൾക്കൊള്ളണം വേണ്ടത്. ആ വസ്തുതകൾ എങ്ങനെ ഉൾക്കൊള്ളണം, അത് എങ്ങനെ നമ്മളെ ലൈഫിൽ ജീവിതത്തിൽ അതെങ്ങനെ വരണം എന്നതാണ്. അപ്പം ഇവിടെ അല്ലാഹു തആല ഈ പറഞ്ഞ ആയത്ത് അത്തരൊരു കാര്യം, ഒരു വസ്തുത അല്ല പറയണം. ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടിട്ട് ആ കാര്യം ഉൾക്കൊണ്ടോ ഇല്ലേ, അത് ഖുർആനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അപ്പൊ ഈ ആയത്തിനെ നമ്മൾ കൊണ്ടുവന്നോ, പ്രാവർത്തികമാക്കിയോ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ? ഖുർആനിലെ മുഴുവൻ ആയത്തുകളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുന്നറിയിപ്പും താക്കീതും ഒക്കെയാണ് എന്ത്? ഖുർആൻ. നമ്മുടെ ജീവിതമാണ് ഖുർആൻ. അപ്പൊ അത് നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടു, അതാണ് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ. ഈ ആയത്തിൽ പറഞ്ഞത് രാത്രി ഉറക്കിന്റെ സമയത്ത് ആത്മാവിനെ പിടിക്കും. ചില ആൾക്കാർ അങ്ങനെ ആത്മാവിനെ പിടിച്ച ആൾക്കാർ ചിലപ്പോൾ ഉറക്കത്തിൽ മരിച്ചു പോകും. കാരണം അത് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ രാവിലെ ഉണരുന്ന കുറേ ആളുകൾ, ഉറങ്ങിയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉണരുന്നു. ആ ഉണരുന്നത് അള്ളാഹ് ആത്മാവിനെ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഇത് എവിടെ വരുന്നത്? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴാണ് വരിക. ഈ വിഷയം എവിടെ വരുന്നത്? അപ്പൊ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഈ ആയത്തിന്റെ ജവാബായിട്ട് വരുന്നതാണ്. അതാണ് ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ. എന്നും രാത്രി ഈ ആയത്ത് നമ്മൾ ഹൃദയത്തിലേക്ക് വരണം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അപ്പൊ നമ്മൾ പറയും എന്ത്?
പിന്നെ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ആ പ്രാർത്ഥന പഠിപ്പിച്ചു. അതേപോലെ വേറെയും 2 പ്രാർത്ഥന നമ്മൾ പറഞ്ഞു. നമ്മളൊരു ചാർട്ട് തന്നിരുന്നു, ഒരു ലിസ്റ്റ് തന്നിരുന്നു ആ പ്രാർത്ഥനയുടെ അപ്പൊ അത് നമ്മൾ പ്രാവർത്തികമാക്കി. ഇങ്ങനെ ഈ ആയത്തിനെ മേലെ പറഞ്ഞ ആയത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹ് പറഞ്ഞു, പിന്നെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അലൈക്കും അൻഫുസക്കും, നിങ്ങൾ അവനവന്റെ കാര്യം ഓരോരുത്തരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സ്വന്തം കാര്യത്തിലൊന്ന് ശ്രദ്ധ വേണം. നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മനുഷ്യന്റെ നമ്മളിങ്ങനെ ഓടുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്, നമ്മളെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ എന്താ ആരും നമ്മൾ ഈ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ ലൈഫിലെ കൂടുതൽ സമയം ചെലവഴിച്ചത്, എന്ത് വിഷയത്തിലാണോ നമ്മൾ ടെൻഷൻ അടിച്ചത്, ആർക്ക് വേണ്ടിയാണോ അധ്വാനിച്ചത്, ഇതൊന്നും നമുക്ക് ഒരു ഉപകാരവും നമ്മളെ സ്വന്തം ജീവിതത്തിൽ കിട്ടണമെന്നില്ല. കാരണം ഇവരാരും എന്തില്ല, ഖബറിലില്ല, പരലോകത്തില്ല. ഒക്കെ അള്ളാഹ് പറഞ്ഞത് ഇവരൊക്കെ ഈ ബന്ധങ്ങളൊക്കെ മുറിയുമെന്ന ഖുർആൻ പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞത് ലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു നസബുണ്ടാവില്ല, ഒരു കുടുംബ ബന്ധവും ഉണ്ടാവില്ല, എല്ലാം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ കാര്യം ശ്രദ്ധിക്കണം. 2 രൂപത്തിൽ. ഒന്ന്, ജീവിക്കാൻ മറന്നു പോകണം പല ആൾക്കാരും. ഒരു ദുനിയാവിൽ തന്നെ ഒരു ലൈഫ് ജീവിച്ചോന്ന് വെച്ചാൽ എന്തിനാ ദുനിയാവ് തന്നത്? ഇവിടെ വെറും എന്താ പറയാ, ഒരു സാഹിദായിട്ട്, ഒരു സന്യാസിയായിട്ട് ജീവിച്ചു മരിക്കാനല്ലല്ലോ പറഞ്ഞത്, ആണോ? ദുനിയാവിനോട് മുഴുവനും വിരക്തി, ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, കുടുംബം വേണ്ട, സമ്പത്ത് വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. ജീവിതം ഒരിക്കലും ജീവിക്കാതെ അങ്ങനെ ഒരു സന്യാസിയായി ജീവിക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. ഈ തന്ന ജീവിതം നന്നായിട്ട് അനുഭവിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്, അല്ലെ? ജീവിതം നന്നായിട്ട് അനുഭവിക്കണം എന്ന് പറഞ്ഞു. ഈ ദുനിയാവിലെ ജീവിതം അനുഭവിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും അനുഭവിക്കാൻ പറ്റാതെയാണ് ഖസിറ ദുനിയാവൽ ആഖിറ, 2 നഷ്ടപ്പെട്ടു പോകണം. അതുണ്ടാവില്ല. കുറച്ചൊക്കെ നമ്മൾ എന്ത് വേണം, ഇതിനെ കുടുംബത്തെയും മക്കളെയൊക്കെ ഒന്നും കൂടി കൊണ്ട് നമുക്കൊരു യാത്ര പോകലും, ഈ ഭൂമിയിൽ അത് നമ്മളെ പടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി കാണലും ഒക്കെ നമുക്ക് സൗകര്യമുള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ജീവിതത്തിൽ. വെറും നമ്മളിങ്ങനെ ഓടി 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 അവസാനം ആ ഓട്ടത്തിനിടക്ക് അത് തീരും, അവസാനിച്ചു പോകും. ഇനി ദുനിയാവിന്റെ കാര്യം ദുനിയാവിന്റെ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് വേറൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മളൊക്കെ ചെയ്യലുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ. പക്ഷെ ആഖിറത്തിന്റെ കാര്യത്തിലേക്കാണ് പലപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് പരാജയം സംഭവിച്ചു പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയാം? ഒന്നാമത്തെ ഈ ആയത്തിന്റെ ഫസ്റ്റ്, നേരെ പറഞ്ഞ 42ാമത്തെ ആയത്തിന്റെ ആദ്യത്തെ വാക്കെന്താ? ഒന്നാമത്തെ കെലിമത്ത് എന്താണ്? നമ്മൾ പഠിക്കാൻ പോണത് 43ആണ്. 42ലെ ഒന്നാമത്തെ കെലിമത്ത് എന്താ? അല്ലാഹു എന്നതാണ്. അല്ലാഹു എന്ന വാക്കാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 43ലെ ആദ്യത്തെ വചനം എന്താ? എന്നതാണ്. എന്ന് പറയുന്നത് ഒരു കലിമത്ത് മുഖാറന എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യം, ഒരു സംഗതി പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് വിശകലനം ചെയ്യാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് എന്നത്. അതാണ് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 43ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിക്കാം. 43ാമത്തെ ആയത്ത്, 42ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അള്ളാഹുവാണ് യതവഫൽ അൻഫുസ് ഹീന മൗതിഹ. ആ ഒരു ആശയം അള്ളാഹ് നമുക്ക് പറഞ്ഞു തരാണ്. എന്നിട്ട് ആ അള്ളാഹുവിനെ പറ്റി ഉള്ള ധാരണ ചില ആളുകൾക്ക് തെറ്റായ ധാരണ വെച്ച് പുലർത്തുക. ഒരാൾ നന്നാകണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഒരാളുടെ ജീവിതം നല്ല ജീവിതമാവണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്? ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരാള് നല്ലവനാകണമെങ്കിൽ ആരെ പറ്റിയുള്ള അറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്? അള്ളാഹിനെ പറ്റിയുള്ള അറിവ്. അതാണ് ഇതിന്റെ ഉത്തരം. അള്ളാഹുവിനെ പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നതാണ് മനുഷ്യൻ ദുഷിക്കാൻ കാരണം.
ഈ ചോദ്യത്തിലേക്ക് ഈ ആയത്തിൽ വരുന്ന ചോദ്യതാണ്. അള്ളാഹുവാണ് നമ്മുടെ ജീവിതം, നമ്മുടെ മരണം എല്ലാം നിയന്ത്രിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അപ്പൊ ജാഹിലിയത്തില് ഈ ചോദ്യം ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടാണ്. ഏതുപോലെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് ഈ ഇരിക്കുന്ന നിങ്ങളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ലൈവായിട്ടും റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു തലമുറ എന്ത് ചെയ്യും? ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആൾക്കാർ ഇത് കേൾക്കും. ഇതേപോലെ ഖുർആൻ അഭിസംബോധന ചെയ്ത ഒരു സമൂഹമുണ്ട്. ഇപ്പൊ ഖുർആൻ ചോദിക്കുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ചോദ്യം ചോദിക്കുകയാണ്. ഇതേപോലെ അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യം, അത് റസൂൽ ജീവിക്കുന്ന ആ സമൂഹത്തോട്, ആ ക്ലാസ് റൂമിലാണ് ചോദിച്ചത്. ആ ചോദ്യം അവിടെ ചോദിച്ചു. ആ ചോദ്യം ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരോടും കൂടെ ചോദ്യമാണ്. അപ്പൊ എന്താ ചോദിക്കുന്ന ചോദ്യം? എന്നാണ്. അതായത് ഒന്നാമത്തെ മേലത്തെ ആയത്തിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു. ആ അള്ളാഹിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ദുഷിച്ചത്. ആര്? ഞാൻ എന്താ ചോദിച്ചത്? ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടതെന്നല്ലേ? എന്താ ആദ്യം വേണ്ടത്? അള്ളാഹിനെ മനസ്സിലാക്കണം. ഏറ്റവും ദുഷിച്ചൊരു സമൂഹത്തോടെ ഖുർആൻ ചോദിക്കണേ. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ദുഷിച്ച, ഭൂമിയിൽ തന്നെ ജീവിച്ച ഏറ്റവും ദുഷിച്ച സമൂഹം. തിന്മകളുടെ വേലിയേറ്റായിരുന്നവർ. അവർ ദുഷിക്കാനുള്ള കാരണം എന്താ? അവരിൽ തിന്മകൾ വരാനുള്ള കാരണം എന്താ? അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ആണോ? അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ? കാബന്റെ നാഥൻ ആരാന്നാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞത്. കാബനെ തകർക്കാൻ വേണ്ടി അബ്രഹത്തെ കൂട്ടി വന്നപ്പം ഖുറൈശികൾ എന്താ പറഞ്ഞത്? നമ്മൾ നോക്കണ്ട, കാബന്റെ നാഥൻ കാത്തോളന്നല്ലേ പറഞ്ഞത്. അവർ ഹജ്ജ് ചെയ്യുമ്പോ തൽബിയത്ത് എന്തായിരുന്നു? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലേ? അള്ളാഹിനെ വിളിച്ചിട്ടല്ലേ? പിന്നെ എന്താ പ്രശ്നം? അള്ളാഹുവിനെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, മുൻ കഴിഞ്ഞ പ്രവാചകന്മാര് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ മനസ്സിലാക്കി കൊടുത്തു. ഈസാ നബിക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആര് വരുന്നത്? മുഹമ്മദ് നബി വരുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലൽ അസീസുർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ, നബിയെ താങ്കൾ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു കൗമിനെ. ആ കൗമിനെ പറ്റി നമ്മൾ പറഞ്ഞത് മാ ഉൻദിറ, ഒരു മാപ്പാർക്ക് ഉത്ബോധനം കിട്ടിയിട്ടില്ല. കാരണം 4 തലമുറ അപ്പുറത്താണ്, 4 5 തലമുറ അപ്പുറത്താണ് ആര് വരണേ? ഈസാ നബി വരണത്. ഒരു വലിയ ഗ്യാപ്പുണ്ട് അവിടെ. മുഹമ്മദ് നബിക്കും തൊട്ട് മുമ്പുള്ള ഈസാ നബിക്കും തമ്മിൽ ഒരുപാട് കാലദൈർഘ്യമുണ്ട്. അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിന്റെ മക്കളാണ് ആര്? യാക്കൂബ് നബി. യാക്കൂബ് നബിന്റെ മക്കളാണ് ബനീ ഇസ്രായേല്. ആ ബനീ ഇസ്രായേലിൽ തന്നെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഈസാ നബി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് അള്ളാഹിനെ പറ്റി ഒരു അവ്യക്തമായ, വ്യക്തതയില്ലാത്ത ഒരു ധാരണ. പക്ഷെ അവർക്ക് അള്ളാഹ് വിശ്വാസമുണ്ട്. അവർ കടലിൽ പോയിട്ട് ഇടങ്ങാറാകുമ്പോൾ, ബേജാറാകുമ്പോൾ അള്ളാഹിനെ പോലും വിളിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധികൾ രക്ഷിക്കുന്നത് അള്ളാഹ് എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ അള്ളാഹിനെ പറ്റി അവർ മനസ്സിലാക്കിയ തെറ്റായ ധാരണകളുണ്ട്. അപ്പൊ അവിടെ ഒരു മനുഷ്യൻ ദുഷിക്കാൻ, ഞാൻ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുള്ള ഒരുപാട് മുഫസ്സിറുകള് ഈ ആയത്ത്, ഈ എന്ന് പറയുന്ന ഈ വാക്ക് എങ്ങനെ മുന്നിലെ ആയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതാണ് ഞാൻ പറയുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ ബോധമുള്ളവന് അള്ളാഹു ഇനി നാളെ റൂഹിട്ട് തന്നാലേ ഞാൻ ജീവിക്കൂ എന്നും ബോധമുള്ള ഒരുത്തൻ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരുത്തന് തിന്മകൾ ചെയ്യാൻ കഴിയില്ല. ഈ ബോധമുള്ളവൻ നന്നാകും. മനസ്സിലായില്ലേ? ഇനി ജീവിക്കുന്ന ആൾക്കാർ തിന്മ ചെയ്ത്
ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലായി പോകുന്നുള്ളൊരു ധാരണ, രക്ഷപ്പെട്ടു പോകുന്നുള്ള ധാരണ. അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായത് എന്താണ്? ഇതേ ധാരണ അവർക്കുള്ളത്. അവരും അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ്. അതെങ്ങനെയാണ് തെറ്റായിട്ട് മനസ്സിലാക്കിയത്? നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാലും ഇന്ന ഇന്ന ആളുകളുടെയൊക്കെ തൃപ്തിയും ഒക്കെ ഉണ്ട്. ഒരുപാട് ഇലാഹുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സബ്ബായിട്ട്. മെയിൻ ആരാ? അള്ളാഹ് തന്നെയാണ്. ഇവരുടെയൊക്കെ ശുപാർശ കൊണ്ട്, ഇവരുടെയൊക്കെ റെക്കമെൻഡ് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടും എന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ധാരണ തെറ്റാണ്. ആ ധാരണയാണ് അന്നും ഇന്നും ആൾക്കാർ തിന്മ ചെയ്യാൻ കാരണമാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ജാഥ റോട്ടിലൂടെ നടത്തി അന്ന് റോട്ടിലൂടെ സജീവമായി പായസം കൊടുക്കാൻ ഇതാക്കാനൊക്കെ മുദ്രാവാക്യം വിളിക്കാനൊക്കെ സജീവമായ മതി എന്നത് ഒരു സത്യം തന്നെയാണ്. അതല്ലാത്ത കാലത്ത് പള്ളിയോ ദീനോ ഏറ്റവും ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ധാരണ എന്താണ്? അശ്ശഫാഅതു ഹബിലന. എന്തായാലും നബിദിനത്തിൽ അന്ന് പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന മൗലൂദിൽ എന്താണുള്ളത്? ഞങ്ങൾക്ക് ഈ ശുപാർശ കിട്ടും എന്നതാണ്. ആ ശുപാർശ കിട്ടുമോ? നബിക്ക് ശഫാഅത്തുണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, വരാൻ പോകുന്നുണ്ട്. പക്ഷെ അത് കിട്ടുമോ? കിട്ടൂല. കാരണം അത് കിട്ടണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ടായിട്ട് തരും. എത്ര തരം ഷഫായത്തുണ്ട്, ഏതൊക്കെ ഷഫായത്തുണ്ട്. നമ്മൾ കുറേ ഷഫാത്തുകൾ കേട്ടിട്ടുണ്ട്. റമദാൻ ശുപാർശ പറയും, ഖുർആൻ ശുപാർശ പറയും, അങ്ങനെ പലതുണ്ട്. എന്താണ് ഈ പറഞ്ഞതൊക്കെ? അതിൻ്റെയൊക്കെ ആ ശുപാർശ ഷഫായത്ത് എന്താണ്? ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഇനി 2 ആയത്ത് ഷഫായത്തായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇപ്പോഴും ആളുകൾക്ക് ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ ചേർന്നാൽ, ഏതെങ്കിലും ഒരു ഷേഖിന്റെ മുരീദായാൽ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് മാറി. എന്താ തെറ്റുള്ളത്? എന്റെ മുരീദ് നന്നായിട്ടില്ലെങ്കിൽ ആര് നന്നായ മതി? ഷെയ്ഖ് നന്നായ മതി. നന്നായ തന്നെ മുരീദന്മാരൊക്കെ എന്ത് ചെയ്യും? ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഓരോരുത്തരും അവനവന്റെ തടി അവനവനാണ്, അവനവന്റെ നഫ്സ്. ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹ്. ചോദ്യം അതല്ല. ഇത്തഹദു അവർ സ്വീകരിക്കുന്നു. ഇത്തഹദ സ്വീകരിച്ചു, ഇത്തഹദ സ്വീകരിച്ചു, ഇത്തഹദു അവർ സ്വീകരിച്ചു. അപ്പൊ അമിത്തഹദു അതല്ല അവർ സ്വീകരിക്കുകയാണോ? അതല്ല അവർ സ്വീകരിക്കുകയാണോ? അതല്ല. ഇത്തഹദ സ്വീകരിച്ചു, ഇത്തഹദു അവർ സ്വീകരിച്ചു. അപ്പൊ അമിത്തഹദു എന്ന് പറഞ്ഞാൽ അതല്ല അവർ സ്വീകരിക്കുകയാണോ? മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ, ശുഫഅ ശുപാർശകരെ. ഷഫീഇ എന്നതിന്റെ ബഹുവചനമാണ് ശുഫഅ. ഷഫീഇ ശുഫഅ ശുപാർശകർ. അതല്ല അവർ അള്ളാഹുവിന് പുറമെ ശുപാർശകരെ സ്വീകരിക്കുകയാണോ? ഖുൽ നബിയെ പറയുക. അർത്ഥം ശ്രദ്ധിക്കണ്ട. അവലൗകാനു അവരായിരുന്നാൽ പോലും, അവലൗകാനു അവർ ആയിരുന്നാൽ പോലും, ലാ യംലികൂന അവർ ഉടമപ്പെടുത്തുന്നില്ല. മലക്ക യംലിക്കുക ഉടമപ്പെടുത്തുക, മലക്ക യംലിക്കു ഉടമപ്പെടുത്തുക. ലാ യംലിക്കൂന അവർ ഉടമപ്പെടുത്തുന്നില്ല. മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി, അതാണ് മാലിക്, ഉടമസ്ഥൻ മാലിക്. മലക്ക യംലിക്കു, യംലിക്കൂന അവർ ഉടമപ്പെടുത്തും. ലാ യംലിക്കൂന അവർ ഉടമപ്പെടുത്തുന്നില്ല. ഷൈഅൻ യാതൊന്നും. വലാ യഅഖിലൂൻ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നുമില്ല. അഖിൽ പറഞ്ഞാൽ ചിന്തയാണ്, ബുദ്ധിയാണ്. ലാ യഅഖിലൂൻ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ലാ യഅഖിലൂൻ ലാ യംലികൂന ഷൈഅൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല.
വലാ യഅഖിലൂൻ അവര് ചിന്തിച്ച് മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ എങ്ങനെ അർത്ഥം പറയാം? അം അതല്ല, ഇത്തഖദു അവർ സ്വീകരിക്കുന്നു. അപ്പൊ അമിത്തഖദു അതല്ല അവർ സ്വീകരിക്കുകയോ, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ ശുപാർശകരെ. അപ്പൊ അതല്ല അള്ളാഹുവിന് പുറമെ അവർ ശുപാർശകരെ സ്വീകരിക്കുക. ഇനി റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടാവും, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്ക് കുറഞ്ഞാലും എനിക്ക് റെക്കമെൻഡ് ചെയ്താൽ സീറ്റ് കിട്ടും, പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക. ആ റെക്കമെൻഡ് അതാണ് അതാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന് പുറമെ അവർ ശുപാർശകരെ സ്വീകരിക്കുകയാണോ? കുൽ പറഞ്ഞു അർത്ഥം പറയും. കുൽ പറയുക, അവലൗ കാനും അവരായിരുന്നാൽ പോലും ലാ യംലികൂന ഷൈഅൻ അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും ഒരു ഉടമ, ഒരു സ്വാധീനം ഒന്നുമില്ലാത്ത ഒരാള് ശുപാർശ പറഞ്ഞാൽ എന്തുവാണ്? നമ്മളെക്കാളും ഒരു ഉയർന്ന ഒരാളോട് നമ്മൾ ശുപാർശ പറയാം. പക്ഷെ ഈ വസ്തുക്കൾക്ക് അള്ളാഹുവിന് പുറമെ ഇവര് ശുപാർശകരായി കാണുന്നത് ലാത്ത, ഉസ്സ, മനാത്തി തുടങ്ങിയ വിഗ്രഹങ്ങളൊക്കെ ഈ സബ്ബിനെയാണ്. ഇവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. എന്തൊക്കെ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമോ? അവർക്ക് ബുദ്ധിശക്തി ഉണ്ടോ? ചിന്താശേഷി ഉണ്ടോ? ലാ യഅഖിലൂൻ അവരൊന്നും ആലോചിക്കുന്നുമില്ല. എന്നിട്ടും ഈ വസ്തുക്കളെ നിങ്ങൾ ശുപാർശകരാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്, അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഒരുമിച്ച് അർത്ഥം ചെയ്തോളൂ. അതല്ല അള്ളാഹുവിന് പുറമെ വല്ല ശുപാർശകരെയും അവർ സ്വീകരിച്ചിരിക്കുന്നുവോ പറയുക, ആ ശുപാർശകർ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുമില്ല. എന്നിരുന്നാൽ പോലും ബ്രാക്കറ്റിൽ ശുപാർശകരായി സ്വീകരിക്കുകയോ, എന്നിരുന്നാൽ പോലും ശുപാർശകരായി സ്വീകരിക്കുകയോ. ഇനി ഒരു വിഷയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയത്തും തൊട്ടടുത്തുള്ള ആയത്തും കൂടി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം പഠിക്കേണ്ട. അപ്പം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഷഫാഅത്ത് എന്നൊരു ഹെഡിങ് ചെയ്ത ഷഫാഅത്ത് എന്നൊരു ഹെഡിങ്. ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കൊരു പൂർണ്ണമായ ധാരണ കിട്ടണം. ഷഫാഅത്ത് രണ്ട് തരം. ഒന്ന് ദുനിയാവിലെ ഷഫാഅത്ത്,
2 ആഖിറത്തിലെ ശഫാഅത്ത്. ഇനി ദുനിയാവിലെ ശഫാഅത്ത്, അതിൻ്റെ ആയത്ത് എഴുതിക്കോളൂ. നിസായിലെ 78 മുതൽ 86 വരെ. 78 മുതൽ 4 78 മുതൽ 86 വരെ. ഒന്ന് മറിക്കുക എല്ലാവരും ഖുർആനില്. പിന്നെ നമുക്ക് ആയത്ത് ഞാൻ ഒന്ന് പറയാം, അതിനർത്ഥം വിശദീകരിക്കാൻ സമയമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ഈ ആയത്ത് ഞാൻ കേൾപ്പിക്കുമ്പോൾ അവിടെ ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഞാൻ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ഈ സുമറിലെ ആയത്തുകളുണ്ടല്ലോ, ഇതിനെ മേലൊക്കെ പഠിച്ച പിന്നെ അള്ളാഹുവിന്റെ ഗഫൂർ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മതി ഓടുമ്പോ. കണ്ടില്ലേ? ഓതിക്കോളൂ. وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما وأرسلناك للناس رسولا وكفى بالله شهيدا من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا وإذا جاءهم أمر من الأمن أو الخوف لذاعوا به ولو ردوا إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا من يشفع شفاعة حسنة يكن
له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. ശരിക്ക് ദുനിയാവിലെ ഷഫാഅത്ത് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഒരു റെക്കമെൻഡാന്ന് വിചാരിച്ച് മാത്രം കരുതണ്ട കേട്ടോ. ദുനിയാവിലെ ഷഫാഅത്ത് എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ലാസ്റ്റ് കേട്ട ആയത്ത് തന്നെ ഏതാ ഹുയ്യത്തും എന്നുള്ള തഹിയ്യത്തും വസ്സനു എന്ന് പറഞ്ഞത് സലാമാണ്. ആ സലാം വരെ നമ്മളെ ഒരു ആൾക്ക് വേണ്ടി അള്ളാഹിനോട് പറയുന്ന ഒരു ഷഫാഅത്താണ്. കാരണം അള്ളാഹു നിൻ്റെ സമാധാനം, നിൻ്റെ സലാം, രക്ഷ, സ്വർഗം അത് എൻ്റെ സുഹൃത്തിന് കൊടുക്കുക പഠിച്ചോനെ ഇതാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ പറഞ്ഞത് അതിനേക്കാൾ അഹ്സനായിട്ട് നമ്മൾ തിരിച്ച് പറയണം ആ ഒരു ഷഫാഅത്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് അള്ളാഹിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന, ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഏറ്റവും ദുരന്തകരമായ അപകടകരമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.